കൂടിയിട്ടില്ല. 37 കിലോ മാത്രം കേവലം തൂക്കമുള്ള ഒരസ്ഥികൂടമായി കിടന്ന സ്ഥാനത്ത് മുടിയെല്ലാം കൊഴിഞ്ഞ് വികൃതമായി കിടക്കുന്ന എന്നെ സ്തോത്രം ഹല്ലേലൂയ ഡോക്ടർ അവിടെ നിന്ന് ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ അന്ന് സ്തോത്രം ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചുവെങ്കിലും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ എന്നെ കൊണ്ടുപോകണം, കുഞ്ഞുമായിട്ട് അല്പസമയം ചെലവിടണം, അവിടെ നടക്കുന്ന ആരാധനയിൽ നാളെ അല്പസമയമായിരിക്കണം. രണ്ടാഗ്രഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ ശേഷിച്ചു. അങ്ങനെ എന്നെ എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെങ്കിൽ വ്യാഴാഴ്ച ചെക്കപ്പിന് കടന്നു വരണം, അല്ല ഇതിൽ കൂടുതലായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന്. എന്നാൽ അന്ന് ഭവനത്തിൽ ചെന്നു. 2:30 മുതൽ 5:30 വരെയും എൻ്റെ കുഞ്ഞ് എൻ്റെ അടുക്കൽ നിന്ന് മാറാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഇവൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത്? എൻ്റെ സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇവൻ എന്തിനാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഇവൻ ഇത്രയും സ്നേഹിപ്പാൻ ഞാൻ ഇവനെ ലാളിക്കുന്നില്ല, ഇവന് ഞാൻ പാല് കൊടുക്കുന്നില്ല, ഇവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിന്നെന്തിനാണ് ഇവൻ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? എന്നാൽ അന്ന് എൻ്റെ സഹോദരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, കർത്താവ് ഇതിലധികമായി നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അത് എല്ലാരാലും തള്ളപ്പെട്ട് ആരാലും ഇനിയും വിടുവിപ്പാൻ കഴിയാതിരിക്കുന്ന എന്നെ ഈ കുഞ്ഞിപ്പോൾ സ്നേഹിക്കുന്നതിലുപരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിലേക്ക് എന്തോ ആഴ്ന്നിറങ്ങി ഒന്ന് വലിച്ചെടുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അന്ന് സ്തോത്രം അതേ എൻ്റെ കർത്താവിന്റെ സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മാതാവ് നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ദൈവകൃപയിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ മുഴങ്കാലിൽ എടുത്തു വെച്ച് ലാളിക്കും, സമാധാനം പോലെ ഞാൻ നിനക്ക് നദി ഒഴുക്കി തരും. സ്തോത്രം. നദി പോലെ സമാധാനം തരുന്ന ദൈവം, എന്നെ മുഴങ്കാലിൽ എടുത്തു വെച്ച് ലാളിക്കുന്ന ദൈവം, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിന്നീടുള്ള നാളുകളിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അമ്മയില്ലല്ലോ എന്ന് അതേ ചിന്തിച്ച് ഭാരപ്പെടുവാൻ ഇടയായിട്ടില്ല. എന്നാൽ തുടർന്നുള്ള ദിവസം അതേ ഭവനത്തിലായിരിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ദൈവകരങ്ങളിൽ സ്തോത്രം ഏൽപ്പിച്ച ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം എനിക്ക് ഒരു വ്യത്യാസം തരുവാനിടയായി. പിറ്റേ ദിവസത്തെ ആരാധനയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയുമുള്ള സമയം കർത്താവ് എന്നെ പരിപൂർണമായി സൗഖ്യമാക്കിയാൽ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്കായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന്. എന്നാൽ അന്ന് സ്തോത്രം അതേ ദൈവത്തിന്റെ കരം എന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. വ്യാഴാഴ്ചയായി എന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുചെല്ലുമ്പോൾ എന്റെ 4 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതേ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഇനിയും ഒന്നും സംഭവിക്കത്തില്ല എന്ന്. ഞാൻ ചില ദിവസങ്ങൾ റെസ്റ്റ് എടുക്കുവാൻ വേണ്ടി അവിടെ ഡൽഹിയിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ കടന്നു വന്നപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ പോയി എന്റെ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ എന്റെ സ്വന്തം സ്ഥലമായിരുന്ന കുംബ്ലാംബിയുടെ പ്രദേശത്ത് ഒരു കടത്തിണയിൽ കയറി നിന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, അതെ എന്നെ വിടുവിച്ചവനെ വന്ന് കാണുമീൻ, അതേ കർത്താവിനെ സൗഖ്യമാക്കിയിരിക്കുന്നു. തുടർന്ന് ചില ദിവസങ്ങൾ ഇവിടെ ആയിരുന്നു. വീണ്ടും മടങ്ങി ഡൽഹി പട്ടണത്തിൽ കടന്നു ചെന്നു. എല്ലാവരും എന്നെ ജോലിക്ക് വീണ്ടും മടങ്ങി വിളിച്ച സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോകുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി എന്നെ സമർപ്പിച്ചു. എങ്കിലും എന്റെ ഭർത്താവ് വേലയ്ക്ക് സമർപ്പണമുണ്ടെങ്കിലും താൻ ആയിരിക്കുന്ന ആ നല്ല ജോലി ഉപേക്ഷിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഒരു മടി കാണിക്കുവാനിടയായി. ജോലിയോടുകൂടെ ബന്ധപ്പെട്ട് നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും എന്റെ ഉദരത്തില് വലിയ സ്തോത്രം വിലക്കം വീഴുന്നത് പോലെ വീണ്ടും സ്തോത്രം രോഗത്തിന്റെ അവസ്ഥകൾ കണ്ടു തുടങ്ങി. വീണ്ടും എന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, കുടലെല്ലാം വീണ്ടും മുഴകളാണ്, ഇപ്പോൾ വേണേ ഓപ്പറേഷൻ ചെയ്യാൻ തക്കവണ്ണം ശരീരത്തിന് അതിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷെങ്കിൽ ഇത് ഓപ്പറേഷൻ എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. അവിടെ കുറച്ച് സമയം വെച്ചു. എനിക്ക് ട്രീറ്റ്മെന്റുകൾ തന്നു. എനിക്ക് വെള്ളമൊന്നും തരരുത്, എമർജൻസി എപ്പോൾ വേണമെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ബെഡൊന്നുമില്ലെന്ന് പറഞ്ഞ് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ പോകാതെ വീണ്ടും ഞങ്ങൾ മടങ്ങി വന്ന് ഞാൻ ജോലി ചെയ്ത ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയും എനിക്ക് വെള്ളം പോലും തരാതെ അതേ ട്രിപ്പ് മാത്രം ഇട്ട് എന്നെ കിടത്തിയിരിക്കുക. ആർക്കും ഒന്നും ചെയ്യുവാൻ വയ്യാത്ത സാഹചര്യം, തുടർമാനമായിട്ടുള്ള ഛർദില്, ഒരു വിധത്തിലും സൗഖ്യമില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് സന്ധ്യയായപ്പോൾ എന്നെ ഭവനത്തിൽ നിന്ന് വീട്ടിലൊരു പ്രയർ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ഭവനത്തിൽ കൊണ്ടുവന്നു. ഒരു വിധത്തിൽ ദൈവസന്നിധിയിൽ
വണ്ടിയിൽ ഇരിക്കുവാൻ പോലും കഴിയാതെ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്നെ താങ്ങിപ്പിടിച്ച് ആ ഹോളിന്റെ പുറകിൽ കൊണ്ടിരുത്തി. ആ സമയം ദൈവദാസൻ അവിടെ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം സ്തോത്രം, അതെ മോശെ മുൾപ്പടർപ്പ് കത്തുന്നു, കത്തിക്കൊണ്ട് നിൽക്കുന്ന നിന്റെ ജീവിത വിഷയങ്ങൾ ഒരു കൂട്ടം ജനത്തെ വെടിവിപ്പാൻ ദൈവം നിന്നെ അയക്കുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ വെച്ച് ഞാനും എന്റെ ഭർത്താവും ഒരു തീരുമാനം എടുത്തിരുന്നു, പക്ഷെ അത് മറ്റാർക്കും അറിയത്തില്ലായിരുന്നു. ആ ദൈവദാസൻ വചനം പറയുമ്പോൾ എന്റെ ഭർത്താവ് 2 കരവും ഉയർത്തി ദൈവസന്നിധിയിൽ നിലവിളിച്ചു. കർത്താവെ, ഞാൻ പോയേക്കാമെന്ന് നിലവിളിക്കുന്ന സാഹചര്യത്തില് സഭയിലുണ്ടായിരുന്ന മറ്റു പ്രിയപ്പെട്ടവരും നിലവിളിച്ചു. നിലവിളി കേട്ടിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ായിരിക്കുന്നവരും അതേ ദൈവസന്നിധി നിലവിളിപ്പാനിടയായി. അരമണിക്കൂർ നേരം നിലവിളിയല്ലാതെ മറ്റൊന്നുമില്ല. ആ സമയത്ത് അതേ അഗ്നി ഇറങ്ങുന്നത് പോലെ സകലർക്കും അനുഭവപ്പെട്ടു. സ്തോത്രം. അന്ന് രാത്രി കർത്താവ് എന്നെ പരിപൂർണമായി സൗഖ്യമാക്കുവാനിടയായി. ദൈവദാസൻ പറഞ്ഞു, ഇവരെന്തോ തീരുമാനമെടുത്തിട്ടുണ്ട്, മുന്നോട്ട് വന്നിവർ പറയും. അദ്ദേഹം സ്തോത്രം എന്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്ര. അന്ന് സഭയിലുണ്ടായിരുന്ന 4 കുടുംബങ്ങളും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു. ഞാനായിരുന്ന ഹോസ്പിറ്റലിലെ മേട്രനും കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അത് എന്റെ സൗഖ്യം ദേശത്തിന്റെ സൗഖ്യമായി തീർന്നു. തുടർന്നുള്ള നാളുകളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ വടക്കേ ഇന്ത്യയെ കുറിച്ചുള്ള വലിയ വാഞ്ചയോടെ വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു പോകുവാനിടയായി. ദൈവം നടത്തിയ വിധങ്ങള് ദൈവത്തോട് ഞാൻ എന്റെ ദൈവം എന്റെ വേലയില് അതേ അനുഭവങ്ങളെ തരണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ വചനം ഇടപെട്ടു. അതെ, സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്ന കർത്താവിനോട് ചേർന്ന്, അതെ എന്റെ പിതാവ് തോട്ടക്കാരനും സ്തോത്രം മുന്തിരി വള്ളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേർന്ന് നാം ഓരോരുത്തരും കൊമ്പുകളാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന കൊമ്പുകൾ ഏറെ ഫലം കായ്ക്കുവാനിടയാകും. ഫലം കായ്ക്കാത്തവ വെട്ടിക്കളയും, ഫലം കായ്ക്കുന്നവ ഏറെ ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. അങ്ങനെ ആ വേദഭാഗം വായിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അതേ സ്തോത്രം ഞാനും ദൈവത്തോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളില് ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന് ദൈവം ആ മുന്തിരിവള്ളിയുടെ അനുഭവം പോലെ എനിക്കും അതിൻ്റെതാകുന്ന അനുഭവങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന്. അന്ന് ഞാൻ സ്തോത്രം കടയിലേക്ക് പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് ഒരു മുന്തിരി കായ്ച്ച് വളരെ ഫലപ്രദമായി കിടക്കുന്നത് കാണുവാനിടയായി. എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഞാനും പോയി ഒരു മുന്തിരി നടും, അതിൽ ഫലം കാണുന്നത് എന്റെ വേലയുടെ ഫലങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഒരു അവിടെയുള്ള ഫ്ളാറ്റുകളില് സ്ഥലമൊന്നുമില്ല, എന്നാല് ഒരു ബക്കറ്റിനകത്ത് മണ്ണിട്ടിട്ട് എനിക്ക് ലഭിച്ച ഒരു ചെറിയ മുന്തിരി അതിനകത്ത് നടുവാൻ തക്കവണ്ണം ഇടയായി. ആ മുന്തിരി അതെ വളർന്ന് അല്പം അത് മുന്നോട്ട് വരുമ്പോൾ ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടു, ഒരു നല്ല മുന്തിരി കായ്ക്കണമെങ്കിൽ 3 വർഷത്തിലധികം സമയമെടുക്കും. ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി ഞങ്ങൾ വേലയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണല്ലോ, എന്നാണ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കഴിയുന്നത്. ഞാനൊരു അടയാളം പോലെ ദൈവത്തോട് ചോദിച്ചതാണ്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തുടങ്ങി. അതേ ജൂൺ മാസത്തിൽ ഞാൻ ആ മുന്തിരി നട്ടു. ജനുവരി മാസമായപ്പോഴേക്കും അത് പൂത്ത് പുഷ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. മെയ്യിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്കിറങ്ങുമ്പോൾ ഈ മുന്തിരി സ്തോത്രം കായ്ച്ച് അതിൽ ഫലം കണ്ടിട്ടാണ് വരുവാൻ തക്കവണ്ണം ഇടയായത്. തുടർന്ന് ഞങ്ങൾ സ്തോത്രം മടങ്ങി ഡൽഹി പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോഴും ദൈവം സ്തോത്രം അതേ മുന്തിരിയുടെ അനുഭവം പോലെ ഞങ്ങളുടെ വേലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായിരിക്കുന്ന തീഹാർ ജയിലില് 10 വർഷമായി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വർഷക്കാലം അനേക ജീവിതങ്ങളെ അതേ ദൈവത്തിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. കാരണം അനേക ഞെരുക്കത്തിലിരിക്കുന്നവര് മർഡർ ചെയ്തിട്ട് ഞങ്ങളുടെ പാപത്തിന് ക്ഷമ ആര് തരുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരെ കടന്നു ആശ്വസിപ്പിക്കുവാൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയുവാൻ, ദൈവത്തിൻ്റെതാകുന്ന സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യക്കാരുടെ ഇടയിലുള്ള പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ജാതിയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും സകലരും ഈ ജീവിക്കുന്ന ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം ഇന്ന് സ്തോത്രം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിക്രമം കൊണ്ട് പെരുകിയിരിക്കുന്ന ലോകത്തില് അതേ സ്തോത്രം അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യവചനം ദൈവം ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു.
പ്രാപിച്ചിരിക്കുന്നത് അനേകർക്ക് ആശ്വാസമാണ്. സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രയായതുപോലെ, ഞാൻ സൗഖ്യമായതുപോലെ മറ്റുള്ളവരെയും കർത്താവ് ആ കൃപയിലേക്കും സ്നേഹത്തിലേക്കും ക്ഷണിക്കുകയാണ്. ദൈവം സകലരെയും സൗഖ്യമാക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ പാപത്തിന്റെ ക്ഷമ ദൈവസന്നിധിയിൽ ലഭിക്കുവാൻ ദൈവം ഹല്ലേലൂയ നമ്മളോട് ക്ഷമിക്കുന്ന ദൈവം ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു.